നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി എഡിലെ 2020 ചോദിച്ച MCQ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. അപ്പോൾ അതിലെ നാലാമത്തെ സീരീസിലെ നാലാമത്തെ വീഡിയോ ആണിത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ബി എഡ് MCQ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റൻസീവായിട്ടുള്ള കോഴ്സ് നമ്മുടെ ഇഗ്നിയസ് അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് PDF, അതുപോലെ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് ക്യൂസായിട്ട് ചെയ്ത് നോക്കാനും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് അതിനകത്ത് പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങളുടെയും എക്സ്പ്ലനേഷൻസ് റിലേറ്റഡ് ഫാക്റ്റൊക്കെ ഇതിനകത്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുവരെ നടത്തിയിട്ടുള്ള 2019 മുതൽ ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ ഓപ്ഷണലും ജനറൽ പേപ്പറിൻ്റെയും ചോദ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കോഴ്സ് ജനറൽ പേപ്പറിനാണ്. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ബി എഡിലെ 2020 EDU 14, അതായത് കോർ പേപ്പറിനകത്തുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു വരുന്നത്. അപ്പോൾ അതിൽ ഒരു ചോദ്യം ഇങ്ങനെയാണ്: കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. റേറ്റിംഗ് സ്കെയില്, ഷെഡ്യൂള്, ചെക്ക് ലിസ്റ്റ്, ഇതെല്ലാം എന്താണ്? ഇവാലുവേഷൻ്റെ ടൂൾസ് ആണ്. എന്നാൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ടു ഐഡന്റിഫൈ ലേണിംഗ് വീക്ക്നെസ് ഓഫ് സ്റ്റുഡൻറ്റ്. കുട്ടിയുടെ ലേണിംഗ് വീക്ക്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതിന് ശേഷം നടത്തുന്നതാണ് റെമഡിയൽ ടീച്ചിങ്. ഓക്കെ, റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ടീച്ചിങ് ആണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം എന്താണ്? ബാക്കിയുള്ളതെല്ലാം ഷെഡ്യൂള്, റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, ഇതെല്ലാം ടൂൾസ് ആൻഡ് ടെക്നിക്സിനകത്ത് വരുന്നതാണ്. എന്നാൽ ഡയഗ്നോസിസ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. മറ്റൊരു ചോദ്യം: വാലിഡിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ മിയർ റീഡിംഗ് ഓഫ് ദ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വാലിഡിറ്റി, അതിനെ എന്ത് വിളിക്കാം? വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ടെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി ഓഫ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എ ടെസ്റ്റ് വിച്ച് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇൻറ്റൻഡഡ് ടു മെഷർ. ഇൻറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇൻറ്റൻഡഡ് ടു മെഷർ. ഒരു ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത് അത് തന്നെയാണ് ആ ടെസ്റ്റ് വെച്ച് ചെയ്യുന്നതെങ്കിൽ, ആ ടെസ്റ്റ് വെച്ച് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ ടെസ്റ്റിന് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. വാലിഡിറ്റിയുടെ മറ്റൊരു വാക്കാണ് ആക്യുറസി. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിയറായിട്ട് നിങ്ങൾ ഒരു റീഡിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആക്യുറസി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ വാലിഡിറ്റി ഏതാണ്? അത് ഫേസ് വാലിഡിറ്റിയാണ്. മിയർ റീഡിങ്, ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വാലിഡിറ്റി ഫേസ് വാലിഡിറ്റി ആണ് ഒരു ടെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. അതുപോലെ തന്നെ അതിനെ ആക്യുറസി എന്നും പറയാറുണ്ട്. വാലിഡിറ്റി കൂടുമ്പോൾ റിലയബിലിറ്റി കൂടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വാലിഡിറ്റി കൂടിയാൽ റിലയബിലിറ്റി കൂടും. റിലയബിലിറ്റിയും അങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വാലിഡിറ്റിയാണ് റിലയബിലിറ്റിയെ കൂട്ടുന്നത്. ഓക്കെ, വാലിഡിറ്റി ഇൻക്രീസസ് റിലയബിലിറ്റി ആൻഡ് അതർ ക്വാളിറ്റീസ്. വാലിഡിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഓർത്ത് വെച്ചേക്കുക. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്, വീണ്ടും മെഷർമെന്റ് ഇവാലുവേഷൻ, ആ മേഖലയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്ത് കൊണ്ടുവരുന്നതാണ്? ഒരു പരീക്ഷ കുറേ പ്രാവശ്യം നടത്തി നോക്കുന്നു എന്ന് പറയുമ്പോൾ അത് റിലയബിലിറ്റി അല്ലെങ്കിൽ ടെസ്റ്റിന്റെ കൺസിസ്റ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിലയബിലിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി. ടെസ്റ്റിന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് റിലയബിലിറ്റി. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് വാലിഡിറ്റി കൂടുമ്പോൾ റിലയബിലിറ്റി കൂടുന്നു. വാലിഡിറ്റിയാണ് റിലയബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നത്, നേരെ തിരിച്ചല്ല, തെറ്റിപ്പോരുത്. ഓക്കെ, വാലിഡിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ ആക്യുറസി കൂടുമ്പോൾ റിലയബിലിറ്റി കൂടുന്നു. അപ്പോൾ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്, ഇക്വവാലന്റ് ഫോം, ടെസ്റ്റ് റീടെസ്റ്റ്, ഇക്വവാലന്റ് ഫോം, പാരലൽ ഫോം മെത്തേഡ്, ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്, ഇന്റർറേറ്റർ റിലയബിലിറ്റി, കുഡർ റിച്ചാർഡ്സൺ മെത്തേഡ്.
എന്നിവയൊക്കെയാണ് റിലയബിലിറ്റി കൂട്ടുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്, ഇക്വവാലന്റ് ഫോം, ഇന്റർറേറ്റർ റിലയബിലിറ്റി, കുഡർ റിച്ചാർഡ്സൺ മെത്തേഡ്, പാരലൽ ഫോം മെത്തേഡ്, മറ്റൊന്നാണ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കണം. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്, പാരലൽ ഫോം മെത്തേഡ്, ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്, ഇക്വവാലന്റ് ഫോം മെത്തേഡ്, ഇന്റർറേറ്റർ റിലയബിലിറ്റി, കുഡർ റിച്ചാർഡ്സൺ മെത്തേഡ്. ഇതെല്ലാം റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റിന്റെ കൺസിസ്റ്റൻസിയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി. ലേണിംഗ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. ലേണിംഗ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണെന്ന് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. ലേണിംഗ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. ബിഹേവിയറിന്റെ ഏറ്റവും നല്ല ഡെഫിനിഷനാണ്, അല്ലെങ്കിൽ ലേണിംഗിന്റെ ഏറ്റവും നല്ല ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലേണിംഗിന്റെ ഏറ്റവും ആപ്റ്റ് ഡെഫിനിഷൻ, ലേണിംഗ് ഈസ് ദ ബിഹേവിയർ മോഡിഫിക്കേഷൻ. ഇങ്ങനെ പറഞ്ഞത് ഗേറ്റ്സ് ആണ്. ഗേറ്റ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം അങ്ങനെയല്ല. ലേണിംഗ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഇൻ വാട്ട് ആസ്പെക്ട്? റിലേറ്റീവ്ലി പെർമനന്റ്. റിലേറ്റീവ്ലി താൽക്കാലികമായിട്ട് സ്ഥിരതയുള്ളത് എന്നതാണ് അർത്ഥം. റിലേറ്റീവ്ലി പെർമനന്റ് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലേണിംഗ് എന്ന ഭാഗത്തെ ചോദ്യമാണ്. ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞത് ഗേറ്റ്സ് ആണ്. ലേണിംഗ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞത് ഗേറ്റ്സ്. ലേണിംഗ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ ആണ്. പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ ആണ് ലേണിംഗ്. ബിഹേവിയർ അഡാപ്റ്റേഷൻ ആണ് ലേണിംഗ് എന്ന് പറഞ്ഞത് സ്കിന്നർ ആണ്. സ്കിന്നർ. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. കുറേ ഡെഫിനിഷൻസ് ഉണ്ട്, അത് നമുക്ക് ക്ലാസ്സിൽ കോഴ്സിനകത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ലേണിംഗ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞത് ഗേറ്റ്സ് ആണ്. പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞത് BF സ്കിന്നർ ആണ്. BF സ്കിന്നർ ഓർത്ത് വെച്ചേക്കുക. ലേണിംഗിന്റെ ഏറ്റവും നല്ല ഡെഫിനിഷൻ ആണ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രാഗ്മാറ്റിക്സ്. പ്രാഗ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്, ജോൺ ഡൂയി അല്ലേ? ജോൺ ഡൂയിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുവന്ന അപ്പോൾ നമ്മൾ പറഞ്ഞാണ് പ്രാഗ്മാറ്റിസം. പ്രാഗ്മാറ്റിസത്തിൽ പ്രാഗ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രാഗ്മ എന്നത് ഒരു ഗ്രീക്ക് വാക്കാണ്. പ്രാഗ്മ എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്നാണ് അർത്ഥം. ഇതൊരു ഗ്രീക്ക് വാക്കാണ്. പ്രാഗ്മ എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിക്കോസ്. പ്രാഗ്മാറ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് പ്രാഗ്മ. പ്രാഗ്മ എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, ആക്ഷൻ. ഇനി പ്രാഗ്മാറ്റിസത്തിന്റെ പിതാവാണ് ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ്. വില്യം ജെയിംസ് അതിനകത്ത് വരുന്നു. വില്യം ജെയിംസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ്. അതുപോലെ തന്നെ ജോൺ ഡൂയി, WH കിൽപാട്രിക് ആണ് പ്രോജക്റ്റ് മെത്തേഡ് കൊണ്ടുവന്നത്. പ്രോജക്റ്റ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? WH കിൽപാട്രിക് ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ആക്ഷൻ ഓറിയന്റഡ് ഫിലോസഫിയാണ് USA ഡെവലപ്പ് ചെയ്തതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ സ്കൂളാണ് പ്രാഗ്മാറ്റിസം. ആക്ഷൻ ഓറിയന്റഡ് ആണ്, കോണ്ടെക്സ്റ്റുവൽ ഫാക്ടേഴ്സ് ആണ്. ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വാല്യൂസ് തീരുമാനിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നതാണ് പ്രാഗ്മാറ്റിസം. എഡ്യൂക്കേഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രനുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിന്റെ നിയമം കൊണ്ടുവന്നത് 1975ലാണ്. 1975. ഓക്കെ, 1995ലാണ് PWD ആക്ട് വന്നത്. PWD ആക്ട്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. 2016ലാണ് RPWD ആക്ട് വന്നത്. അപ്പോൾ ഇതും ഓർത്ത് വെച്ചിരിക്കുക. PWD ആക്ട് 1995, 2016 RPWD ആക്ട്, എഡ്യൂക്കേഷൻ ഫോർ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട് 1975. അതുപോലെ തന്നെ 1975 ആണ് വിമൻസ് ഇയർ, ഇന്റർനാഷണൽ വിമൻസ് ഇയർ ആയിട്ട് UN ആഘോഷിച്ചത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, MCQന് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, 1975 ആണ് വിമൻസ് ഇയർ ആയിട്ട് ആഘോഷിക്കപ്പെട്ടത്. അപ്പോൾ 1975 എഡ്യൂക്കേഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട് നിലവിൽ വരുന്നു. 1975 വുമൺസ് ഇയർ ആണ്. അത് ഓർത്തിരിക്കാൻ ഒരു കാര്യമുണ്ട്. 1975 ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. എമർജൻസി പീരീഡ്, അടിയന്തരാവസ്ഥക്കാലം. ഓക്കെ, ആ സമയത്ത് UN വിമൺസ് ഇയർ ആഘോഷിക്കപ്പെട്ടു. PWD ആക്ട് 1995, RPWD ആക്ട് 2016, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. സ്കൂൾ ഫോബിയ എന്ന് പറഞ്ഞാൽ പേടി. സ്കൂൾ ഫോബിയയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആൻസൈറ്റി കൺസേണിങ് സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആൻസൈറ്റി സ്കൂൾ ഫോബിയയ്ക്ക് കാരണമായി തീർന്നേക്കാം. സൈക്കോസൊമാറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൈൻഡ് ആൻഡ് ബോഡി എന്നാണ്. സൈക്കോ എന്ന് പറഞ്ഞാൽ മൈൻഡ്, സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡി. മൈൻഡ് ആൻഡ് ബോഡി, സൈക്കോസൊമാറ്റിക്, മൈൻഡ് ആൻഡ് ബോഡി എന്നാണ് അർത്ഥം. നോട്ട് ദ ഗോൾ ഓഫ് സയന്റിഫിക് മെത്തേഡ്. സയന്റിഫിക് മെത്തേഡിന്റെ ഗോൾ അല്ലാത്തത് ഏതാണ്? ശാസ്ത്രീയ രീതിയുടെ ഗോൾ അല്ലാത്തത് എന്താണ്? കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യുന്നില്ല. ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ക്യൂരിയോസിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എക്സ്പ്ലനേഷൻസ്
തേടുന്നു. ഫാക്ട് ഫൈൻഡിങ് ആണ്. പ്രഡിക്ഷനും ഇവാലുവേഷനും ഇന്റർപ്രിട്ടേഷനും ഒക്കെ പ്രാധാന്യം ഉണ്ട്. എന്നാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നില്ല. കൺട്രോൾഡ് അല്ല. കൺട്രോൾഡ് എക്സ്പെരിമെന്റേഷൻ ഉണ്ട് സയൻസിനകത്ത്. കൺട്രോൾഡ് എക്സ്പെരിമെന്റേഷൻ ആണുള്ളത്. അപ്പോൾ അത് തിരിപ്പോരുത്. കൺട്രോൾഡ് എക്സ്പെരിമെന്റേഷൻ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സയന്റിഫിക് മെത്തേഡിന്റെ ഗോളിനെ കുറിച്ചാണ്. ഗോൾ, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആരെയും നിയന്ത്രിക്കുക എന്നതല്ല, സത്യം കണ്ടെത്തുക എന്നതാണ്. ഫാക്ട് ഫൈൻഡിങ്, ട്രൂത്ത് സീക്കിംഗ് ആണ് സയൻസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെടുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് റിസർച്ചിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം എന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അതായത് അതുമായി ബന്ധമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. റിസർച്ചേഴ്സ് ഓൺ എക്സ്പീരിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഡിസ്കഷൻ വിത്ത് ദ സൂപ്പർവൈസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓൾ ഓഫ് ദീസ് എന്നതാണ് ശരിയായ ഉത്തരം. ദർ ആർ 2 മോഡ്സ് ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ. ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സെറ്റ്. 2 മോഡ്സ് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ത് വിളിക്കും? ബൈ മോഡൽ. 2 മോഡ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ബൈ എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, 2 മോഡ്സ് ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ, അതിനെ ബൈ മോഡൽ എന്നാണ് പറയുന്നത്. ബൈ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. ഇത് എൻവയോൺമെന്റൽ സയൻസിലെ ചോദ്യമാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, അതും വൈൽഡ് ലൈഫും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അറ്റോമിക് എനർജി ആക്ട്, അതും എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ചാർട്ടർ ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. ബ്രിട്ടീഷുകാരുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ വൈൽഡ് ലൈഫ് ആക്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അറ്റോമിക് എനർജി ആക്ട്, ഇതെല്ലാം എൻവയോൺമെന്റൽ ആയിട്ടുള്ള ആക്ടാണ്, EVS. ഓക്കെ, എന്നാൽ ചാർട്ടർ ആക്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ്. ഓർത്തു വെച്ചേക്കുക. ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക എന്നതാണ്. ഇതും എൻവയോൺമെന്റൽ സയൻസ് എന്ന ഭാഗത്തേതാണ്. EVS. ഓർഗാനിക് ഫാമിംഗ്, ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ, ക്ലീൻ ആൻഡ് ഗ്രീൻ ക്യാമ്പസ്, ഇതെല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിപാടികളാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. എന്നാൽ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി അല്ല, ഡിസ്ട്രക്റ്റീവ് ആണ് അല്ലേ. ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ്, ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ, ക്ലീൻ ആൻഡ് ഗ്രീൻ ക്യാമ്പസ്, ഇതെല്ലാം ഒരുമിച്ച് വരുന്നതാണ്. ഓർത്തിരിക്കുക. അടുത്ത മറ്റൊരു ചോദ്യം, ഇതും EVS-ൽ നിന്നാണ്. EVS-ൽ നിന്ന് നല്ല രീതിക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ EVS എന്ന മേഖല സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഒരുപാട് ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ക്ലാസ്സുമാണ് നിങ്ങൾക്ക് ഇഗ്നേസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ഈ അവസരം തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അപ്പോൾ geographical area that drains to a common point which makes it an ideal planning unit for conservation of soil and water. അപ്പോൾ മഴ പെയ്യുമ്പോൾ എല്ലാ വെള്ളവും അതുപോലെ തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലും കളക്ട് ചെയ്യുന്ന ഏരിയയെ വിളിക്കുന്ന പേര് എന്താണ്, അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും? അതിനെയാണ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. വാട്ടർ ഷെഡ് മാനേജ്മെന്റ്. ഓക്കെ, വാട്ടർ ഷെഡ് മാനേജ്മെന്റ്. അടുത്തൊരു ചോദ്യം, വീണ്ടും ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് വെർട്ടിക്കലി അബോവ് ദ ഒറിജിൻ ഓഫ് എർത്ത് കേക്ക്. ഇത് എർത്ത് കേക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്. എർത്ത് കേക്ക് ഉണ്ടാകുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നത് സോഴ്സ് എന്നാണ്. സോഴ്സിന്റെ ഡയറക്റ്റ് വെർട്ടിക്കലി നമ്മൾ മുകളിൽ ഉള്ള പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പി സെന്റർ. ഓക്കെ, എപ്പി സെന്റർ എന്ന് വിളിക്കും. എപ്പി സെന്റർ. അപ്പോൾ സോഴ്സിൽ നിന്ന് എപ്പി സെന്റർ. സോഴ്സ് എന്ന് പറയുന്നത് ഒറിജിനൽ പ്ലേസ് ആണ്, ഒറിജിനേറ്റിംഗ് പ്ലേസ് ആണ് എന്ന് പറയുന്നത്. സോഴ്സ് എന്ന് പറയുന്നത്. ഇനി സോഴ്സിൽ നിന്നും വെർട്ടിക്കലി ഏറ്റവും മുകളിൽ ഉള്ള പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് എപ്പി സെന്റർ. ഓക്കെ, എർത്ത് കേക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിക്ടർ സ്കെയിലൊക്കെ ഉപയോഗിക്കുന്നത്. റിക്ടർ സ്കെയിൽ. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? എപ്പി സെന്റർ എന്നതാണ്. എപ്പി സെന്റർ. ഇനി വീണ്ടും ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഒരു ചോദ്യമാണ്. എർത്ത് കേക്ക്, ഫ്ലഡ്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, സുനാമി, ഇതിൽ ഒറ്റപ്പെട്ടത് ഇതാണ്. എർത്ത് കേക്ക് ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന ഭാഗത്തുള്ള ഒരു ചോദ്യമാണിത്. എർത്ത് കേക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ഫ്ലഡ് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്, അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. സുനാമി നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. എന്നാൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, ഹിരോഷിമ, നാഗസാക്കിയിലൊക്കെയുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അല്ലെങ്കിൽ ആണവ ദുരന്തങ്ങൾ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ് അല്ലേ. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇതാണ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ നേരത്തെ കണ്ടതാണ്, ഇനിയും ചോദ്യങ്ങൾ കാണും. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നത് ഏത് വർഷമാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്? 2005-ലാണ്.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ന്യൂഡൽഹിയിലാണ്. അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണും. അപ്പോൾ 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നത് എന്ന് ഓർത്തിരിക്കുക. ഡിസാസ്റ്റേഴ്സിനെ രണ്ടായി തിരിക്കാം: മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റിൽ തന്നെ സംഭവിക്കുന്നത്, നമുക്ക് കൺട്രോൾ ഇല്ലാത്തത്. മാൻമെയ്ഡ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണം ഉണ്ടാകുന്നത്. ഇപ്പോൾ കോറിയിങ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഡിസാസ്റ്ററിന് കാരണമായി തീരും. അതുപോലെ തന്നെ എന്താണ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ മാൻമെയ്ഡ് ഡിസാസ്റ്ററിന് ഉദാഹരണം ആണ്. വിറ്റാമിൻ ഡെഫിഷ്യൻസി കോസ്ഡ് സ്കർവി. സ്കർവി ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്? വിറ്റാമിൻ സി ആണ് സ്കർവി എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നതിന് കാരണം. ഓക്കെ, വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് സ്കർവി. അടുത്തൊരു ചോദ്യം: എ മിനറൽ ദാറ്റ് ഹെൽപ്സ് ഫോർമേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഹെൽപ്സ് ക്യാരി ഓക്സിജൻ ടു ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഓഫ് ദ ബോഡി. അപ്പോൾ രക്തം നിർമ്മിക്കപ്പെടുന്നതിനും അതുപോലെ തന്നെ ഓക്സിജന്റെ സംവഹനത്തിനും സഹായിക്കുന്ന മിനറൽ ഏതാണ്? അയൺ ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് തന്നെയാണ്? അയഡിൻ ആണ്. അപ്പോൾ അയഡിൻ അല്ല, അയൺ, ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു ഹീമോഗ്ലോബിനിൽ. അപ്പോൾ ഇരുമ്പാണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിന്റെ പല ഭാഗങ്ങളിലോട്ടും ഓക്സിജൻ സംവഹനത്തിന് സഹായിക്കുന്നത്. ഓർത്തിരിക്കുക, ഓക്സിജൻ സംവഹനത്തിന് സഹായിക്കുന്നത് അയൺ ആണ്. ഇനി ഒരു എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പാൻഷൻസ് ഒക്കെ മാക്സിമം പഠിക്കണം. ഇത് ICTയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. SITE, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ്. SITE, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ്. സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് SITE, സൈറ്റ്. ഇനി വീണ്ടും കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്നാണ്. മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നതിനകത്ത് വരുന്നതാണ് മീൻ മീഡിയൻ മോഡ്. ഓക്കെ, മീൻ മീഡിയൻ മോഡ് എന്നിവ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ്. റേഞ്ച് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. മീൻ മീഡിയൻ മോഡ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി പഠിക്കുക. വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ട്സിനും PDF-നും അതുപോലെ തന്നെ ക്ലാസ്സുകൾക്കുമായിട്ട് ഇഗ്നിയസ് അക്കാഡമി ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.